ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്തു, ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഇപ്പോൾ നോക്കാം. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചതെന്ന് നോക്കാം. So Nifty 21,600 above close ആയി. സെൻസസ് 272 പോയിന്റ്സ് ഗെയിൻ ചെയ്തു. അപ്പോൾ നിഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ മോർണിംഗ് ട്രേഡ്സിൽ വലിയ അത്ര കൊള്ളത്തിലായിരുന്നു. ബട്ട് പിന്നെ ആഫ്റ്റർനൂൺ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കയറി വന്നിട്ടുണ്ട്. 73 പോയിന്റ്സ് പോസിറ്റീവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി ട്രേഡ്സ് എല്ലാവർക്കും കിട്ടിക്കാണും. ബട്ട് ഈ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നാളെ ചിലപ്പോൾ ഗ്യാപ്പ് പോകാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ടാർഗറ്റ് 22,600 അതൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി ചെറിയൊരു പോസിറ്റിവിറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഇതിൽ സിപ്ല നല്ല പെർഫോമറായിട്ട് ബിഗ്ഗസ്റ്റ് ഗെയിനറായി. ബിഗ്ഗസ്റ്റ് ലൂസറായത് ONGC. അതുപോലെ നിഫ്റ്റി മെറ്റൽ ബെസ്റ്റ് പെർഫോം ചെയ്തിരിക്കുന്നു. വേഴ്സ്റ്റായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി FMCGയും ആകുന്നു. സോ ഇതിൽ നമ്മൾ മേജറായിട്ട് എടുത്തു പറയേണ്ട ചില സ്റ്റോക്കുകളുണ്ട്. അതിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നത് 20% ഒക്കെ കയറിയിട്ടുണ്ട്. നമ്മൾ ആ സ്പ്ലിറ്റിൻ്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആഫ്റ്റർ ദ സ്പ്ലിറ്റ് ഈ ഒരു സ്റ്റോക്ക് നല്ല കയറും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഹോൾഡ് ചെയ്യുക. നല്ലൊരു സ്റ്റോക്കാണ്. അപ്പോൾ 10 സ്റ്റോക്ക് മേടിച്ചവർക്കൊക്കെ 20 സ്റ്റോക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിക്കാണും. ഓക്കെ. അതുപോലെ ഇന്ന് എടുത്തു പറയേണ്ട വേറൊരു സ്റ്റോക്കാണ്. നമ്മൾ 2 ഡേയ്സിന് മുന്നേ മൺഡേയിൽ ഇട്ട വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഇതിൽ പറഞ്ഞ ഒരു സ്റ്റോക്കാണ് ആസ്ട്രാസെൻക. സോ ആസ്ട്രാസെൻക ഇന്നതാ 17.49% ഉയർന്നിട്ടുണ്ട്. സോ 5,667 ഉണ്ടായിരുന്നപ്പോൾ 5,795 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 6,800 എത്തുമെന്ന് പറഞ്ഞു. പക്ഷെ അത് 2 ഡേയ്സിൽ തന്നെ നല്ല ഒരു 1000 പോയിന്റ്സ് തന്നെ കയറി ഓൾമോസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട് വിത്തിൻ 2 ഡേയ്സ്. അപ്പോൾ അത് അത്ര പെട്ടെന്നാണ് ഈ ഒരു പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി വർക്കായിട്ടുണ്ടെന്ന് തന്നെ പറയാം. അതുപോലെ RVNL റെയിൽ വികാസ് നിഗം ഈ ഒരു സ്റ്റോക്കും 6.5% ഉയർന്നിരിക്കുന്നു. നെറ്റ്വർക്ക് 18 അതുപോലെ ഉയർന്നിട്ടുണ്ട്. പിന്നെ തൻല പ്ലാറ്റ്ഫോം, ഓക്കെ, തൻല പ്ലാറ്റ്ഫോംസ്, പിന്നെ ദെൻ NCC തുടങ്ങിയ സ്റ്റോക്കുകളെല്ലാം തന്നെ നല്ല വർദ്ധിച്ചിട്ടുണ്ട്. ഇതെല്ലാ സ്റ്റോക്കുകളും NCC ഒക്കെ ഇനി നെക്സ്റ്റ് ടാർഗറ്റ് 200 എത്തും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റോക്കുകളാണ്. എല്ലാം ഓൾമോസ്റ്റ് നല്ല പെർഫോം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. സോ വീഡിയോ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. ദെൻ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൽ എടുത്ത് പറയേണ്ട സ്റ്റോക്ക് ശോഭ ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്ക് നല്ല കയറിയിട്ടുണ്ട്. 1,306 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1,500 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജിയിൽ ഈ ഒരു സ്റ്റോക്ക് നല്ല കയറി എന്ന് പറയാം. അതുപോലെ NBCC. സോ NBCC നോക്കുകയാണെങ്കിൽ 92 റുപ്പീസിലാണ് കറൻ്റ് ട്രേഡ് ചെയ്യുന്നത്. 100 ആണ് ടാർഗറ്റ് വരുന്നത്. 7% ഇനി കയറാനുള്ള സാധ്യതയുണ്ട്. സൂൺ 100 റീച്ച് ആവുമെന്ന് പറഞ്ഞ സ്റ്റോക്കിൽ ഇത് നമ്മൾ നേരത്തെ ഈ സ്റ്റോക്ക് സൂചിപ്പിച്ചിരുന്നു. ദെൻ ബോറോസിൽ റിന്യൂവബിൾസ് 512 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 560 ആണ് ടാർഗറ്റ് വരുന്നത്. ഓക്കെ. ബട്ട് ഈ ഒരു സ്റ്റോക്ക് 460 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നു. പക്ഷേ 515 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 560 വരെ പോകാൻ സാധ്യതയുണ്ട്. അഥവാ നാളെ താഴേക്ക് പോവുകയാണെങ്കിൽ 494 താഴേക്ക് പോവുകയാണെങ്കിൽ എക്സിറ്റ് ആവുന്നതായിരിക്കും ബെറ്റർ. സോ 2 ചാൻസും ഉണ്ട്. ഓക്കെ. 12% ഇനി കയറാനുള്ള സാധ്യതയുണ്ട്, താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. 2 സാധ്യതകളും ബോറോസിൽ റിന്യൂവബിൾസിന് ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് ബന്ധൻ ബാങ്ക്. കുറേ കാലമായിട്ട് നമ്മൾ പറഞ്ഞു വരുന്ന ഒരു സ്റ്റോക്കാണ്. 231 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞ സമയത്ത് അടുത്ത ദിവസം തന്നെ ഇത് ഈ ഒരു ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ വന്ന് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് എന്നാലും കയറും കേട്ടോ, കൊണ്ട് ഹോൾഡ് ചെയ്യുക. 235 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ നല്ലൊരു അപ് ട്രെൻഡ് ഉണ്ട്. 310 വരെ പോകാൻ സാധ്യതയുണ്ട്. സോ വെയിറ്റ് ആൻഡ് വാച്ച് മോഡാണ്. ദെൻ HLA ഗ്ലാസ് കോട്ട്. HLA ഗ്ലാസ് കോട്ട് 548 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 557 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 644. ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. കാരണം നമ്മൾ പറഞ്ഞ ടൈം ഫ്രെയിം അറിയാലോ, 2 വീക്സ് ടു 1 മന്ത് ആണ്
ടൈം ഫ്രെയിം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഉണ്ട് 2 വീക്സ് ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ 2 to 3 വീക്സിനുള്ളിൽ എന്തായാലും ഈ ഒരു സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ എടുത്തു പറയേണ്ട സ്റ്റോക്കാണ് ഈ ഒരു സഫയർ ഫുഡ്സ് ഇന്ത്യ. ഓക്കെ, 1439 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഒരു ചാനൽ പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. 1600 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 12% ഉയരാൻ സാധ്യതയുണ്ട്. ദെൻ AA എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്. ഓക്കെ, 3756 റുപ്പീസിൽ കറണ്ട്ലി ട്രേഡ് ചെയ്യുന്നു. ഒരു ബോക്സ് പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ്. സോ 4400 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 15 to 16% വരെ ഉയരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. അതുപോലെ ഗ്രാഫൈറ്റ് ഇന്ത്യ 552 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 560 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 675 680 വരെ പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. 21% റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ AGS ലോജിസ്റ്റിക്സ്. ഓക്കെ, 355 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ 2 എൻട്രിയാണ് ഈ ഒരു സ്റ്റോക്കിന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. 344 ബ്രേക്ക് ചെയ്താൽ അപ്പം മുതൽ എടുക്കാൻ പറഞ്ഞിരുന്നു. അല്ല, ഇപ്പോൾ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു 355 ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് 500 ആ ഒരു റേഞ്ച് 410 420 വരെ പോകാൻ സാധ്യതയുണ്ട്. 420 ആണ് ടാർഗറ്റ് എക്സ്പെക്ട്. 16% പോകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. ദെൻ റിലയൻസ് ഇൻഡസ്ട്രീസ്. ഓക്കെ, 2650 റുപ്പീസിൽ കറണ്ട്ലി ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ ഈ സ്റ്റോക്ക് ഞാൻ പറയാനായിട്ട് കാരണം നിഫ്റ്റിയിലെ ഹയസ്റ്റ് വെയിറ്റേജ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. സോ റിലയൻസ് കയറിയാൽ നിഫ്റ്റിയും പോസിറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. 22,600 എത്തിയിട്ട് അതിന് മുകളിൽ നല്ല ഒരു അപ് ട്രെൻഡ് പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു സ്റ്റോക്ക് അത്ര നല്ല വെയിറ്റേജ് ഉള്ള സ്റ്റോക്കാണ്. 3600 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇതല്ലാതെ ഇനി വേറെ കുറച്ച് സ്റ്റോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ട് അയോധ്യ സ്റ്റോക്കാണ്. സോ അയോധ്യ രാമക്ഷേത്രം പുതിയതായിട്ട് ഇപ്പോൾ ട്രെൻഡിൽ ഉള്ളതുകൊണ്ട് ജനുവരി 22 രാം മന്ദിർ ഉദ്ഘാടനം ചെയ്യുന്നത്. സോ അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ട് അയോധ്യ രാമക്ഷേത്രത്തോട് ബന്ധിപ്പിച്ച് ഏതൊക്കെ സ്റ്റോക്കിൽ നല്ല റിട്ടേൺസ് തരാം എന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് അപ്പോളോ സിന്ദൂരി ഹോട്ടൽസ്. ഈ ഒരു സ്റ്റോക്കാണ്. 2396 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ആ ഒരു 2 ദിവസങ്ങളിൽ തന്നെ 32% വരെയൊക്കെ ഉയർന്നിട്ടുള്ള സ്റ്റോക്കാണ്. പിന്നെ ഹോസ്പിറ്റാലിറ്റി സർവീസ് മാനേജ്മെൻറ്റ് സേവനങ്ങളിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. സോ ഈ ഒരു സ്റ്റോക്കിന് ഇപ്പോൾ 2396 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 3000 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നു ഈ ഒരു സ്റ്റോക്ക്. പിന്നെ അടുത്തത് നെക്സ്റ്റ് വരുന്നത് പ്രവാക് ലിമിറ്റഡ്. സോ പ്രവാക് കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു സ്റ്റോക്ക് മിസലേനിയസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ വരുന്നു. 1171 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ 47% ഉയർച്ചയാണ് ഇതുവരെ വന്നിട്ടുള്ളത്. നല്ലൊരു ഗ്രോത്ത് ഉള്ള സ്റ്റോക്കാണ്. 1219 എബവ് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ലക്ഷദ്വീപിൽ ബിസിനസ് നടത്താനുള്ള അനുമതിയും ഈ ഒരു സ്റ്റോക്കിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഈ ഒരു സ്റ്റോക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. ദെൻ ജെനസിസ് ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ. ഈ ഒരു സ്റ്റോക്ക് 491 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സർവീസസ് മെയിൻലി. ഓക്കെ, സോ ഈ ഒരു സ്റ്റോക്ക് IT സോഫ്റ്റ്വെയറിൽ ലാസ്റ്റ് പ്ലേസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. സോ ഈ ഒരു സ്റ്റോക്കും എന്ത് ചെയ്യുക, നല്ല ഉയരാനുള്ള സാധ്യതയുണ്ട്. സോ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് 500 ആ ഒരു റേഞ്ച് ടാർഗറ്റിലേക്ക് വരുന്നതായിരിക്കും.
ദെൻ ഇന്ത്യൻ ഹോട്ടൽസ്. ഇന്ത്യൻ ഹോട്ടൽസും നല്ല ഒരു സ്റ്റോക്കാണ്. കഴിഞ്ഞ ഒരു മാസത്തിൽ തന്നെ 23% ഉയർച്ചയാണ് ഈ ഒരു സ്റ്റോക്കിൽ വന്നിരിക്കുന്നത്. സോ ഈ ഒരു സ്റ്റോക്ക് എന്ത് ചെയ്യാൻ നെക്സ്റ്റ് ടാർഗറ്റിൽ നല്ല എത്തിച്ച 460 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 500 ആ ഒരു റേഞ്ചിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. ദെൻ IRCTC. IRCTCയും നല്ല ഗ്രോത്ത് വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. കഴിഞ്ഞ ഒരു മാസത്തിൽ തന്നെ 23% നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. IRCTCയും നല്ല ഗ്രോയിങ് സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ഈ ഒരു കാറ്റഗറിയിൽ. പിന്നെ അതുപോലെ ഇൻഡിഗോ. ഇൻഡിഗോയും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു 6 ഓഹരികളാണ്. സോ എയർപോർട്ടിൻ്റെ ഇതിൽ ഇൻഡിഗോയും പിന്നെ അതുപോലെ IRCTC, ഇന്ത്യൻ ഹോട്ടൽസ്, ദെൻ ജെനിസിസ് ഇൻ്റർനാഷണൽ, പ്രവേഗ്, ദെൻ അപ്പോളോ സെഞ്ച്വറി ഹോട്ടൽസ്. ഈ 6 സ്റ്റോക്കുകളും ഈ ഒരു അയോധ്യ രാം മന്ദിർ ആ ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഉയരാൻ സാധ്യതയുള്ള നല്ല സ്റ്റോക്കുകളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നുന്നെങ്കിൽ മറക്കാതെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, അല്ലെങ്കിൽ വീഡിയോസ് എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ രേഖപ്പെടുത്താം. മലയാളം ഷെയറുടെ തന്നെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ബേസിക് വീഡിയോസ്, ക്രൂഡ് ഓയിൽ, ടെക്നിക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതും കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.